ഓസ്ട്രേലിയക്കെതിരായ പിങ്ക് ബോൾ ടെസ്റ്റിൽ തോൽവി മുന്നിൽ കണ്ട് നിൽക്കുകയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം. 157 റൺസിന്റെ ആദ്യ ഇന്നിംഗ്സ് കടവുമായി രണ്ടാം ഇന്നിംഗ്സിൽ ബാറ്റ് ചെയ്യുന്ന ഇന്ത്യ രണ്ടാം ദിവസത്തെ കളി അവസാനിക്കുമ്പോൾ 5 വിക്കറ്റ് നഷ്ടത്തിൽ 128 എന്ന നിലയിലാണ്. ഇപ്പോഴും ഓസ്ട്രേലിയയേക്കാൾ 29 റൺസ് പിന്നിലാണ് ഇന്ത്യ. 3 ദിവസത്തെ കളി ബാക്കി നിൽക്കെ മഹാ അത്ഭുതങ്ങൾ സംഭവിച്ചില്ലെങ്കിൽ ഇന്ത്യ ഈ കളിയിൽ തോൽക്കുമെന്ന് ഉറപ്പാണ്. ബാറ്റിംഗിലും ബൗളിംഗിലും നിരാശപ്പെടുത്തുന്ന പ്രകടനമാണ് പിങ്ക് ബോൾ ടെസ്റ്റിൽ ഇന്ത്യയുടേത്. അതേസമയം രണ്ടാം ഇന്നിംഗ്സിലും ടീം ബാറ്റിംഗിൽ തകർന്നതിന് പിന്നാലെ സീനിയർ താരത്തിനെതിരെ ആഞ്ഞടിച്ച് ഇന്ത്യൻ ആരാധകർ രംഗത്തെത്തിയിരിക്കുകയാണ്. ടീമിന്റെ നായകൻ കൂടിയായ രോഹിത് ശർമ്മയാണ് 2 ഇന്നിംഗ്സിലും ഫ്ലോപ്പായതോടെ ആരാധകരുടെ വിമർശനം ഏറ്റുവാങ്ങുന്നത്. ഓപ്പണിംഗിൽ നിന്ന് മധ്യനിരയിലേക്ക് പൊസിഷൻ മാറിയ രോഹിത് ശർമ്മ ആദ്യ ഇന്നിംഗ്സിൽ 3 റൺസിലും രണ്ടാം ഇന്നിംഗ്സിൽ 6 റൺസിലുമാണ് പുറത്തായത്. 2 ഇന്നിംഗ്സിലും 6ാം നമ്പറിലാണ് താരം ബാറ്റ് ചെയ്തത്. 2 ഇന്നിംഗ്സുകളിലും വമ്പൻ ഫ്ലോപ്പ് ആയതോടെ രോഹിതിനെ ടെസ്റ്റ് ടീമിൽ നിന്ന് ഒഴിവാക്കണമെന്ന ആവശ്യം ശക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. ബംഗ്ലാദേശിനെതിരായ ടെസ്റ്റ് പരമ്പര മുതലുള്ള കാര്യമെടുത്താൽ ദയനീയ ഫോമാണ് രോഹിത്തിൻ്റെത്. അവസാനം കളിച്ച 12 ടെസ്റ്റ് ഇന്നിംഗ്സുകളിൽ 6, 5, 23, 8, 2, 52, 0, 8, 18, 11, 3, 6 എന്നിങ്ങനെയാണ് രോഹിത്തിന്റെ സ്കോറുകൾ. ബാറ്റിംഗ് ശരാശരിയാവട്ടെ 11.83. ഇത്രയ്ക്ക് ദയനീയ ഫോമിലൂടെ കടന്നു പോകുന്ന രോഹിത് ടെസ്റ്റ് ടീമിന് ഒരു ബാധ്യതയായി മാറിക്കഴിഞ്ഞെന്നും ഇനിയും അദ്ദേഹം ടീമിൽ തുടരുന്നത് ഇന്ത്യയുടെ കരുത്തിനെ ബാധിക്കുമെന്നും ആരാധകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ടെസ്റ്റ് ക്രിക്കറ്റിൽ തന്റെ കാലം കഴിഞ്ഞെന്ന് മനസ്സിലാക്കി രോഹിത് സ്വയം മാറി നിൽക്കേണ്ട സമയമാണ് ഇതെന്നാണ് ആരാധക പക്ഷം. ബാറ്റിംഗിലെ ഫോമില്ലായ്മയ്ക്ക് ഒപ്പം രോഹിതിന്റെ ക്യാപ്റ്റൻസിയെയും ആരാധകർ ചോദ്യം ചെയ്യുന്നുണ്ട്. പ്രതിരോധാത്മകമായ രോഹിതിന്റെ ക്യാപ്റ്റൻസി ഇന്ത്യയെ പിന്നോട്ടടിക്കുന്നുണ്ടെന്നും എല്ലാ രീതിയിലും ടെസ്റ്റ് ക്രിക്കറ്റിൽ രോഹിത് ഒരു പരാജയമാവുകയാണെന്നും ആരാധകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. നേരത്തെ രണ്ടാമത്തെ കുട്ടിയുടെ ജനനത്തെ തുടർന്ന് നാട്ടിലായിരുന്നതിനാലാണ് ഓസ്ട്രേലിയക്കെതിരായ ആദ്യ ടെസ്റ്റ് രോഹിതിന് നഷ്ടമായിരുന്നത്. രോഹിതിന്റെ അഭാവത്തിൽ ജസ്പ്രീത് ബുംറയായിരുന്നു 1ാം ടെസ്റ്റിൽ ഇന്ത്യയെ നയിച്ചത്. എല്ലാ രീതിയിലും ഓസ്ട്രേലിയയെ കവച്ചുവെക്കുന്ന പ്രകടനമാണ് ഈ കളിയിൽ ഇന്ത്യ കാഴ്ചവെച്ചത്. പ്രത്യേകിച്ച് ബുംറയുടെ ക്യാപ്റ്റൻസി ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. ഇന്ത്യ ഈ മത്സരത്തിൽ 295 റൺസിന്റെ കിടിലൻ ജയം നേടുകയും ചെയ്തു. രോഹിത് ഇല്ലാതെ കളിച്ച മത്സരത്തിൽ നന്നായി കളിച്ച ഇന്ത്യ ഇപ്പോൾ പ്രകടന മികവിൽ പിന്നിലേക്ക് പോയിരിക്കുകയാണ്. ഇതെല്ലാം രോഹിത് ടെസ്റ്റ് ടീമിൽ നിന്ന് മാറി നിൽക്കാൻ സമയമായി എന്നതിന്റെ സൂചനയാണെന്നാണ് ആരാധകർ ചൂണ്ടിക്കാട്ടുന്നത്. അതേസമയം നിരാശാജനകമായ പ്രകടനമായിരുന്നു യുവ പേസറായ ഹർഷിത് റാണ ഈ ഇന്നിംഗ്സിൽ കാഴ്ചവെച്ചത്. 16 ഓവറുകളിൽ 86 റൺസ് വിട്ടുകൊടുത്ത താരത്തിന് വിക്കറ്റുകളൊന്നും ലഭിച്ചതുമില്ല. ഓസീസ് ബാറ്റർമാർക്ക് യാതൊരു വെല്ലുവിളിയും നൽകാൻ റാണയ്ക്ക് കഴിഞ്ഞില്ല. ഇതോടെ അടുത്ത കളിയിൽ മുഹമ്മദ് ഷമിയെ ഇന്ത്യ ടീമിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെന്ന ആവശ്യം സമൂഹ മാധ്യമങ്ങളിൽ ശക്തമായി. മുൻ ഇന്ത്യൻ പരിശീലകൻ രവി ശാസ്ത്രിയും ഷമിയുടെ വരവിന് മാത്രമേ ഇന്ത്യയുടെ പേസ് നിരയുടെ കരുത്ത് വർദ്ധിപ്പിക്കാൻ സാധിക്കൂ എന്ന് പറഞ്ഞിരിക്കുകയാണ്. എന്നാൽ ഷമിയുടെ വരവ് അടുത്ത കളിയിലും സംഭവിക്കില്ലെന്ന് സൂചിപ്പിക്കുന്ന റിപ്പോർട്ടുകൾ അതിനിടെ പുറത്തു വന്നിരിക്കുകയാണ്. പരിക്കിൽ നിന്ന് മോചിതനായി ആഭ്യന്തര ക്രിക്കറ്റിലേക്ക് തിരിച്ചെത്തിയ ഷമിക്ക് ഇപ്പോഴും ടെസ്റ്റ് ക്രിക്കറ്റിൽ കളിക്കാനുള്ള ഫിറ്റ്നസ് ക്ലിയറൻസ് BCCI നൽകിയിട്ടില്ലെന്നാണ് ക്രിക്ക് ബസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഷമിയെ എന്ന് ഓസ്ട്രേലിയയ്ക്ക് അയക്കുമെന്ന കാര്യത്തിലും BCCI തീരുമാനം എടുത്തിട്ടില്ല. ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ അടുത്ത പരമ്പരകളും താരത്തിന് നഷ്ടമാകുമെന്ന് ചുരുക്കം.